വിനോദസഞ്ചാര മേഖലയ്ക്ക് ഭീഷണിയായി മൂന്നാർ മേഖലയിൽ കാട്ടാനകൾ വിലസുന്നു. മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ കാറുകൾ കാട്ടാനക്കൂട്ടം തകർത്തു. മാട്ടുപ്പെട്ടി ഫാക്ടറിക്ക് സമീപത്താണ് രാവിലെയോടെ ആക്രമണമുണ്ടായത്. വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കാട്ടാനശല്യം രൂക്ഷമായതോടെ മൂന്നാർ ടൗൺ അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭീതിയിലാണ്. മൂന്നാർ, ദേവികുളം, ചിന്നക്കനാൽ മേഖലകളിൽ കാട്ടാനകൾ തോട്ടം തൊഴിൽ മേഖലയിലും ജനവാസ കേന്ദ്രങ്ങളിലും ഭീതി വിതയ്ക്കുകയാണ്. ഇപ്പോൾ മൂന്നാറിൽ വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലേക്കും സമീപ മേഖലകളിലേക്കും ദിനംപ്രതി എത്തുന്നത്. ഇതിനിടെയാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഭീഷണി തീർത്ത് മൂന്നാർ മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ കാറുകൾ കാട്ടാനക്കൂട്ടം തകർത്തു. മാട്ടുപ്പെട്ടി ഫാക്ടറിക്ക് സമീപത്ത് ഇന്ന് രാവിലെയോടെയാണ് ആക്രമണം ഉണ്ടായത്. വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കാറിന്റെ മുകൾ ഭാഗവും സൈഡിലെ ഗ്ലാസുകൾക്കും കാട്ടാന നാശം വരുത്തി. யானை கூட இந்த கீழே தான் நின்றுச்சு. இப்படியே போய்கிட்டு இருந்தால் நாங்கள் என்ன பண்ணுறதுன்னு தெரியல. சில நேரம் நான் டிரைவர் வேலை தான் பார்த்துட்டு இருக்கேன். நான் டியூட்டி முடிஞ்சு 10-11 மணி கூட வருவேன். இந்த வழியில் தான் நாங்கள் வந்தாகணும். இப்படியே போய்கிட்டு இருந்துச்சுன்னா என்ன பண்ணுறதுன்னு எங்களுக்கு தெரியலை. அதனால் இந்த வண்டிக்குள்ளே செய்கிறதுக்கு ஃபாரஸ்ட் டிபார்ட்மெண்ட்டு கொஞ்சம் ஹெல்ப் பண்ணி அதுக்கு என்ன ஒரு இதோ அந்த இன்சூரன்ஸு அது கொஞ்சம் இது பண்ணி ரெடி பண்ணி கொடுத்தா கொஞ்சம் நல்லாயிருக்கும். அது பிறகு நாங்கள் இங்கே தான் வாழ்ந்துக்கிட்டு வந்துக்கிட்டு இருக்கோம். அதுக்கு என்ன ஒரு இது பண்ணணுமோ அதையும் சேர்த்து பண்ணி கொடுத்தா எங்களுக்கு கொஞ்சம் ஹெல்ப்பாக இருக்கும். நல்ல ஒரு இதாக இருக்கும். വനം വകുപ്പ് സംഘം പ്രദേശത്തെത്തി ആനയെ തുരത്തി കാട് കയറ്റി. പ്രദേശത്ത് ആനകളുടെ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അവധി ദിവസമായതിനാൽ ഒട്ടേറെ വിനോദസഞ്ചാരികളിൽ മൂന്നാറിൽ എത്തുന്നുണ്ട്. ആനയെ തുരത്താൻ വേണ്ട അടിയന്തര നടപടി വനം വകുപ്പ് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാജ ടി മൂർത്തി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.